ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നീ ജോയിന്റ് പെയിൻ, മുട്ടുവേദനയുടെ ആ ഒരു ചികിത്സാ രീതിയെ പറ്റിയിട്ടാണ്. ചികിത്സാ രീതിയെ പറ്റിയിട്ട് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ആൾക്കാരിലും മുട്ടുവേദനയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും ഡിഫറെൻ്റ് ആണ്. അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ മുട്ടുവേദനയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും ഇന്ന് ഓരോ ആൾക്കാരിലും ഡിഫറെൻ്റ് ആണ്. എങ്കിലും ആ ഒരു ജീവിത രീതിയിൽ വന്നിട്ടുള്ള മാറ്റവും ആഹാര രീതിയും ഒക്കെ ഇതിനൊരു പ്രധാന ഘടകമാണ്. പണ്ടൊക്കെ ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് ഈ ഒരു മുട്ടുവേദന പ്രധാനമായിട്ടും കണ്ടുവന്നുകൊണ്ടിരുന്നത്. ആ സന്ധികളിൽ ഉണ്ടാകുന്ന തേയ്മാനം, അതുപോലെ തന്നെ സ്ത്രീകളിൽ ആ ഒരു മെനോപോസ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടും ഈ ഒരു മുട്ടുവേദന കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് പക്ഷേ ഒരു 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഈ ഒരു മുട്ടുവേദന വളരെ കോമൺ ആണ്. ശരീരത്തിൻ്റെ 80% ഭാരം താങ്ങുന്നത് മുട്ടുകളാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ മുട്ടിലുണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടും ആരും വലിയ കാര്യമാക്കി എടുക്കാറില്ല. കുറച്ച് ഓയിൽമെൻറ്റും തൈലവും ഒക്കെ പുരട്ടിയിട്ട് അതങ്ങ് കൊണ്ടു നടക്കും. സിവിയർ ആകുമ്പോഴാണ് ഒരു ഡോക്ടറെ കാണുന്നതും അതിൻ്റെ ആ ഒരു സ്റ്റേജ് മനസ്സിലാക്കുന്നതും ഒക്കെ. മുട്ടുവേദനയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും ഓരോ ആൾക്കാരിലും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന കാരണങ്ങൾ തന്നെയായിരിക്കും. എന്താണെന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ ഹൈറ്റും വെയ്റ്റും അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓൾമോസ്റ്റ് എല്ലാ രോഗങ്ങളുടെ ഒരു പ്രധാന കാര്യം ഈ വെയിറ്റ് ആണ്. ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ഹൈറ്റും വെയിറ്റും റിലേറ്റഡ് ആണ്. നിങ്ങളുടെ ആ ഒരു ഹൈറ്റിനനുസരിച്ചിട്ടാണ് വെയിറ്റ് എത്ര വേണം എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളൊന്ന് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കാണാൻ സാധിക്കും. മുട്ടുവേദന പമ്പ കിടക്കും. 50% ആളുകളിലും മുട്ടുവേദനയുടെ ഒരു പ്രധാന കാരണം ഈ ഒരു വെയിറ്റ് തന്നെയാണ്, വെയിറ്റ് കൂടുന്നത്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആർത്രൈറ്റിസ്, സന്ധിവാദം തന്നെയാണ്. ഈ ഒരു മുട്ടെന്ന് പറയുന്നത് ജോയിൻറ്റ്സ് ആണ്. 2 ബോൺസ്, 2 എല്ലുകൾ തമ്മിലാണ് അവിടെ യോജിപ്പിച്ചിരിക്കുന്നത്. സോ ഈ 2 എല്ലുകളുടെ ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ജോയിൻറ്റ്സിൽ എന്തുണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഒരു ഫ്ലൂയിഡിൻ്റെ ആ ഒരു അളവ് വയസ്സ് കൂടുന്തോറും കുറഞ്ഞു വരും. സോ അപ്പോൾ എന്താ സംഭവിക്കുക, ആ ഒരു മൂവ്മെൻറ്റിന് അവിടെ ഒരു ബുദ്ധിമുട്ട് വരും. അങ്ങനെയാണ് മറ്റൊരു രീതിയിൽ ഈ ഒരു മുട്ടുവേദന കണ്ടുവരുന്നത് മറ്റാൾക്കാരിൽ. വേറൊരു സ്റ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജോയിൻറ്റ്സ് 2 എല്ലുകൾ അവിടെ കൂട്ടി വെച്ചേക്കുവാണ്. ഈ എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ടെൻഡൻസും ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒക്കെ ടിയർ ഉണ്ടാകുമ്പോഴത്തേക്കും ആ ഒരു മുട്ടിൻ്റെ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്. ടിയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒക്കെ മുട്ടിടിച്ച് വീഴുക, തെന്നി വീഴുക, അല്ലെങ്കിൽ മുട്ടിൻ്റെ ഭാഗത്ത് തട്ടലൊക്കെ കിട്ടും. ആദ്യമൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ഗ്രാജുവലി ആണ് ആ ഒരു ടിയർ കൂടി വന്നിട്ട് വേദന ഉണ്ടാക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെയും കാൽഷ്യത്തിൻ്റെയും ആ ഒരു ഇൻടേക്കും അബ്സോർപ്ഷനും പ്രോപ്പർ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഒരു മുട്ടുവേദന വരാൻ നല്ല ചാൻസ് ഉണ്ട്. സ്ത്രീകളിൽ ഹോർമോണൽ ചേഞ്ചസ്, മെനോപോസ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കാറുണ്ട്. ആ ഒരു സമയത്തും കാൽഷ്യത്തിൻ്റെ ആ ഒരു ലെവല് നല്ല രീതിയിൽ കുറഞ്ഞു പോകും. സോ അത്തരം സമയത്തും നമുക്ക് ആ ഒരു മുട്ടുവേദന പ്രധാനമായിട്ടും കണ്ടുവരാറുണ്ട്. സോ ഇത് രണ്ടുമാണ് സ്ത്രീകളിൽ, ഇത് രണ്ടും ഒരു പ്രധാന കാരണമാണ് ഈ ഒരു മുട്ടുവേദന. ഒരുപാട് നേരം ഇരുന്നും അതുപോലെ തന്നെ നിന്നും ജോലി ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മുട്ടിന്, വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് നേരം നിൽക്കുമ്പോൾ ആ മുട്ടിന് നല്ലൊരു ഹെവിനെസ് ഫീൽ ചെയ്യും. കുറേ നേരം ഇരിക്കുമ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക, മുട്ടിന് ഒരു മൂവ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതൊരു വേദനയായിട്ട് നമുക്ക് കണ്ടുവരാറുണ്ട് കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ. മറ്റൊരു കാരണമെന്ന് പറയുന്നത് സോറിയാസിസ് ഉള്ളവരിൽ ഇതുപോലെ മുട്ടുവേദന, മുട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് വേദന വരാറുണ്ട്. അതിനെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. അതും മറ്റൊരു കാര്യമാണ്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലക്ഷണങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ ഇന്ന് വളരെ കോമൺ ആയിട്ട് ആൾക്കാർക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും മുട്ടിനൊരു പിടുത്തവും അതുപോലെ വേദനയും അനുഭവപ്പെടാറുണ്ട്. കുറേ നേരം നടക്കുമ്പോൾ മുട്ടിന് സൗണ്ട് കേൾക്കാറുണ്ട്, വേദന അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ എന്താ സംഭവിക്കുക, ഗ്രാജുവലി നീര് വന്നിട്ട് മുട്ടിൻ്റെ ആ ഒരു ബലം കുറയും. ഇത് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ലക്ഷണങ്ങളാണ് ആദ്യത്തെ സ്റ്റേജിലൊക്കെ കണ്ടുവരുന്നത്. അല്ലാണ്ട് മുട്ടിൽ വരുന്ന രോഗങ്ങൾ മറ്റുണ്ട്. ബേക്കേഴ്സ് സിസ്റ്റം, മെനിസ്കൽ സിസ്റ്റം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അങ്ങനെയുള്ള കുറേ ഉണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കോമൺ ആയിട്ട് ആൾക്കാർക്ക് വരുന്ന മുട്ടുവേദനയുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്.
സോ മറ്റൊരു ഡൗട്ട് ആൾക്കാർക്കുള്ളത് ഈ മുട്ടുവേദന ഉള്ളവർക്ക് അപ്പോൾ വ്യായാമം ചെയ്ത ഈ വേദന കൂടില്ല എന്നുള്ളതാണ്. നമ്മൾ കാരണങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഒരുപാട് നേരം ഇരിക്കുമ്പോൾ അവിടെ മൂവ്മെൻറ്റ് കുറയുന്നത് കൊണ്ടും ഇതുപോലെ മുട്ടുവേദന വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത്തരക്കാരിൽ ഇങ്ങനെ വെറുതെ കുറേ നേരം റെസ്റ്റ് എടുത്താൽ എന്താ സംഭവിക്കുക? വീണ്ടും അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ രക്തയോട്ടം ഉണ്ടാവാണ്ട് എന്താ സംഭവിക്കുക? വീണ്ടും വേദന കൂടും. സോ അത്തരക്കാരിലൊക്കെ നമ്മൾ വ്യായാമം തീർച്ചയായിട്ടും നമ്മൾ ചെറിയ രീതിയിൽ ചെയ്ത് അവിടെ മൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ചികിത്സയിലേക്ക് വരാം. ചികിത്സയിലേക്ക് വരുമ്പോഴത്തേക്കും കാരണങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സ പറയുന്നത്. ഓരോ ആൾക്കാരിലെയും കാരണങ്ങൾ വെച്ചിട്ട് നമുക്ക് ചികിത്സ നോക്കാം. വെയിറ്റ് ഉള്ളവർ എന്താ ചെയ്യേണ്ടത്? നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കുക. ഒരു 70 kg ഒക്കെ ഉള്ളവർ 5 kg എങ്കിലും കുറയ്ക്കുക. 90 എബവ് ഒക്കെ ഉള്ളവർ എന്താ ചെയ്യുക? 10 kg എങ്കിലും കുറയ്ക്കുക. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, നിങ്ങളുടെ ആ ഒരു മുട്ടുവേദനയിൽ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. ഈ ഇരുന്ന് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്കും അവിടെ മൂവ്മെൻറ്റ് കുറയും, ബ്ലഡ് സർക്കുലേഷൻ കുറയും, വെരിക്കോസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇടയ്ക്കൊന്ന് നടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരക്കാർ വ്യായാമങ്ങളും ഇതിന് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അബദ്ധം എല്ലാവരും ചെയ്യുന്നതാണ്, സോക്സ് പോലുള്ള സോക്സ് പോലുള്ള സംഭവം വേദനയ്ക്ക് വേണ്ടിയിട്ട് ഇട്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ കാണാറുണ്ട്. അത്തരക്കാർ സൈസ് നോക്കിയിട്ടൊന്നും ആയിരിക്കില്ല മേടിക്കുന്നത്. അപ്പം എന്താ സംഭവിക്കുക? അവിടെ താഴെ മേലെയൊക്കെ നീര് വരാൻ ചാൻസ് ഉണ്ട്. സോ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നീ ക്യാപ്പ്. നിങ്ങളുടെ നീയുടെ സൈസ് അനുസരിച്ചിട്ട് നീ ക്യാപ്പ് നിങ്ങൾ കെട്ടുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അവിടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനും ആ ഒരു വേദന കുറയാനും നിങ്ങൾ നല്ല രീതിയിൽ നീ ക്യാപ്പ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം. വെയിറ്റും അതുപോലെ തന്നെ നീ സോക്സ് ഇടുന്നവർ നീ ക്യാപ്പ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇരുന്ന് ജോലി ചെയ്യുന്നവർ ആ ഒരു വ്യായാമങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുക. പ്രോട്ടീനും കാൽഷ്യവും ശരീരത്തിൽ കുറവായിട്ടുള്ളവർ അത്തരത്തിലുള്ള ആഹാരം നല്ല രീതിയിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എള്ളെന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാൽഷ്യം റിച്ച് ആണ്. എള്ള എന്ത് ചെയ്യുക? ചതച്ച് പാലിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. നമ്മൾ ആയുർവേദത്തിലെ ഗന്ധതൈലത്തിൽ മെയിൻ ആയിട്ടൊരു കണ്ടന്റ് ആണ്. സോ അത്തരം പേഷ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും മറ്റ് മരുന്നിൻ്റെ ഒപ്പം നമ്മൾ ഗന്ധതൈലം കൊടുക്കാറുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി എള്ളിന് അടങ്ങിയിട്ടുണ്ട്. എള്ളിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക, നമ്മൾ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഒമേഗ അടങ്ങിയിട്ടുള്ള ആഹാരം നിങ്ങൾ നല്ല രീതിയിൽ കഴിക്കുക. വാൾനട്ട്, ബദാം എന്ത് ചെയ്യുക? ഡെയിലി നിങ്ങൾക്ക് 3 എണ്ണം വെച്ചിട്ട് കഴിക്കാം. വാൾനട്ട് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ ഒരു ചേഞ്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവഗാഡോ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഗവേഷണം നടത്തി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ വേദനയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേദന നാച്ചുറൽ ആയിട്ട് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഒരു നുള്ള് മഞ്ഞളിട്ട് ചൂടുവെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മഞ്ഞളിലെ കുർക്കുമിന് ഇതുപോലെ ആ ഒരു പെയിൻ കില്ലർ എഫക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ ഗവേഷണം നടത്തി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, വ്യായാമം ചെയ്യുമ്പോൾ വേദന കൂടുന്നു എന്ന് ആൾക്കാർ പറയാറുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കയറ്റത്തിലും ഇറക്കത്തിലുമാണ് കൂടുതൽ ആൾക്കാർ നടന്നു കാണുന്നത്. അങ്ങനെ ഒരിക്കലും നടക്കരുത്. നിരപ്പായിട്ടുള്ള തറയിൽ കൂടെയാണ് നടക്കേണ്ടത്. സോ അതുകൊണ്ടാണ്, നിങ്ങൾ അങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വേദന കൂടുന്നത്. സോ ലഘുവായിട്ടുള്ള വ്യായാമം ചെയ്യുക. നല്ല രീതിയിൽ നിരപ്പായിട്ടുള്ള തറയിൽ കൂടെ നിങ്ങൾക്ക് കുറച്ച് നേരം നടക്കാവുന്നതാണ്. സോ അങ്ങനെ നടക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ആ ഒരു വേദന കുറയും. ഈ വ്യായാമം ചെയ്യുന്നവർ ചെയ്യുന്ന ഒരു അബദ്ധം എന്താന്ന് വെച്ചാൽ, അവർ ശരിയായിട്ടുള്ള രീതിയിലായിരിക്കില്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വ്യായാമം, വേഗം മുട്ടുവേദന മാറാൻ വേണ്ടിയിട്ട് ഈ കാണുന്നതൊക്കെ എടുത്തിട്ട് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ, നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്. സോ ആ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സ്ട്രെച്ചിങ്ങും വാമപ്പും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ആ രീതിയിൽ ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുത്തിട്ട് ആണ് ഈ വ്യായാമങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റു രീതിയിൽ നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ ഒരു വേദനയൊക്കെ ഉള്ളത്. ചില കണ്ടീഷനിൽ നമ്മൾ വ്യായാമം പറയില്ല. സോ അത്തരം കണ്ടീഷനൊക്കെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക. സോ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ചികിത്സ ഒരു ഡോക്ടറുടെ കർത്തവ്യമാണ് എങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, നമ്മൾ കുറേ കാര്യങ്ങളെ പറ്റി അറിയാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്